ഒരു ആപ്ലിക്കേഷനും ഇൻസ്റ്റാൾ ചെയ്യാതെ നമ്മുടെ മൊബൈലിലുള്ള ഫോട്ടോസ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയെന്നൊന്ന് പരിചയപ്പെട്ടാലോ? ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഫോട്ടോ മാത്രമായിട്ട് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ കട്ട് ചെയ്തെടുക്കണം. ഇനി അങ്ങനെ കട്ട് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ നിങ്ങളുടെ ഫോട്ടോ ഗാലറിയിൽ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനുമുണ്ട്. ഇനി ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്ത് അടിപൊളിയാക്കിയിട്ട് നിങ്ങളുടെ ഗാലറിയിൽ സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനുമുണ്ട്. അങ്ങനെ ഒരു അടിപൊളി വെബ്സൈറ്റ് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റാണ് ഓപ്പൺ ആകുക. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ സൈറ്റ് ലിങ്ക് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയത് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്താൽ മതി, ഡയറക്റ്റ് നിങ്ങൾക്ക് ഈ ഒരു സൈറ്റിൽ എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടാകും, അതായത് എപ്പോഴും നിങ്ങൾ തരുന്ന ആ ലിങ്കിൽ കയറിയിട്ട് ഈ ഒരു വെബ്സൈറ്റിൽ സന്ദർശിക്കണ്ടേ എന്ന്. അതിൻ്റെ ആവശ്യമേ ഇല്ല. ഈ ഒരു വെബ്സൈറ്റ് ഒരു ആപ്ലിക്കേഷൻ രൂപത്തിൽ നിങ്ങളുടെ ഹോം സ്ക്രീനിൽ സെറ്റ് ചെയ്യുന്ന ഒരു സംവിധാനം കൂടി കാണിക്കുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ ഒരു വെബ്സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാനും സാധിക്കും. സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ പറഞ്ഞ പോലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണിക്കുക. ഇവിടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യേണ്ട ഒരു പ്രീവ്യൂ കാണിക്കുന്നുണ്ട്. ഇവിടെ അപ്ലോഡ് ഇമേജ് എന്ന ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗാലറി ഓപ്പൺ ആകും. ഏത് ഫോട്ടോയുടെയാണ് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ നിങ്ങൾക്ക് സേവ് ചെയ്യേണ്ടത്, ആ ഫോട്ടോ നിങ്ങൾ ഗാലറിയിൽ നിന്നും സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇതിൽ നിന്നും ഈ ഒരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്യാണ്. സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഡൺ കൊടുത്താൽ നിമിഷ നേരം കൊണ്ട് തന്നെ ആ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ആയിട്ട് നമുക്ക് ലഭിക്കും. ഓക്കെ, അതായത് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരു ഫോട്ടോ ആയിട്ട് നമുക്ക് ലഭിക്കും. കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നെറ്റ്വർക്കിൻ്റെ സ്പീഡിനനുസരിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ നിമിഷ നേരം കൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു ഫോട്ടോ ലഭിക്കുന്നതായിരിക്കും. കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഏകദേശം റെഡി ആയി കഴിഞ്ഞു. കണ്ടോ, ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആ ഒരു ഫോട്ടോ ഇവിടെ വന്നു കഴിഞ്ഞു. ഇനി ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ സേവ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാം. പിന്നെ കട്ടൗട്ട്, അതുപോലെ തന്നെ അഡ്ജസ്റ്റ്, അതുപോലെ തന്നെ എഫക്ട്സ് എന്നൊക്കെയുണ്ട്. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എന്ന ഭാഗം ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നിരവധി ബാക്ക്ഗ്രൗണ്ടുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏത് വേണമെങ്കിലും ഇവിടെ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ ഫോട്ടോ എന്ന ഭാഗവും കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഫോട്ടോ പോലെ ഉള്ളത് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വെക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കളർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് കളർ മാത്രം മതിയെങ്കിൽ അങ്ങനെയും സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ മാജിക് എന്ന ഭാഗം സെലക്ട് ചെയ്യാണ്. എന്നിട്ട് ഇതിൽ നിന്നും ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാണ്. ഇവിടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാനിപ്പോൾ സെലക്ട് ചെയ്യാണ്. സെലക്ട് ചെയ്ത ഉടനെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ചേഞ്ച് ആയി കഴിഞ്ഞു. ഇവിടെ തന്നെ നമുക്ക് ഓരോന്നോരോന്ന് സെലക്ട് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്യുമ്പോഴൊക്കെ ബാക്ക്ഗ്രൗണ്ട് മാറുന്നതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും. ഞാനിതാ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ഐക്കൺ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷൻസ് ആണ് ഉണ്ടാകുക. രണ്ടാമത്തേത് നമുക്ക് പേയ്മെൻറ്റ് ചോദിക്കും. ആദ്യത്തേത് നമുക്ക് ഫ്രീ ആണ്. നമുക്ക് എത്ര ഫോട്ടോ വേണമെങ്കിലും ഫ്രീ ആയിട്ട് സേവ് ചെയ്യാൻ സാധിക്കും. അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ കണ്ടോ ഗാലറിയിൽ അത് സേവ് ആയി കഴിഞ്ഞു. ഇനി ഗാലറി തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇമേജിൻ്റെ സെക്ഷനിൽ ആ ഒരു ഫോട്ടോ വന്നിട്ടുണ്ട്. നല്ല ഹൈ ക്വാളിറ്റിയിൽ തന്നെ നമുക്കിത് സേവ് ചെയ്യാൻ സാധിക്കും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും വെബ്സൈറ്റ് സന്ദർശിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതിനായിട്ടൊരു ട്രിക്ക് പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ നമുക്ക് വലതുവശത്ത് മുകളിൽ ഒരു 3 ഡോട്ട്സ് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആഡ് ടു ഹോം സ്ക്രീൻ എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഹോം സ്ക്രീനിലേക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും വരിക. എൻ്റെ മൊബൈലിൽ ഇൻസ്റ്റാൾ എന്ന ഓപ്ഷനാണ് വരുന്നത്. ഇത് ആപ്ലിക്കേഷനൊന്നും അല്ല, വെബ്സൈറ്റ് ആണ്. ഓക്കെ, ഇവിടെ ഇൻസ്റ്റാൾ എന്ന ഭാഗത്ത് ഞാൻ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ വീണ്ടും ഇൻസ്റ്റാൾ എന്ന ഭാഗമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഹോം സ്ക്രീനിലേക്ക് ആഡ് ആകും. നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ബാക്ക് വന്നിട്ട് ഹോം സ്ക്രീനിൽ ഇവിടെ സ്വൈപ്പ് ചെയ്ത് ലാസ്റ്റ് ഭാഗം പോയി കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. കണ്ടോ, ആ ഒരു ആപ്ലിക്കേഷൻ രൂപത്തിൽ, ഇതൊരു വെബ്സൈറ്റ് ആണ്, ആപ്ലിക്കേഷൻ അല്ല. ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പോലെ തന്നെ ആ വെബ്സൈറ്റിലേക്ക് നമുക്ക് ഡയറക്റ്റ് എത്തിച്ചേരാൻ സാധിക്കും. ഇനി ലിങ്ക് വഴി കയറേണ്ട ആവശ്യവും ഇല്ല. ഓക്കെ, ജസ്റ്റ് ഞാൻ ഒന്ന് ബാക്ക് വന്നിട്ട് വീണ്ടും അത് തന്നെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ആ ഒരു വെബ്സൈറ്റ് നമുക്ക് ഇതുപോലെ ഓപ്പൺ ആക്കാൻ സാധിക്കും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.